എത്ര വലിച്ചു നീട്ടാൻ നോക്കിയാലും അതിനൊരു പരിധിയുണ്ട്. കഴിഞ്ഞ 3-4 മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്നുകൂടി തീ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു നീട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ടൊരു പരിധിയുണ്ട്. പിന്നെ കോൺഗ്രസ് നടപടിയെടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ. അത് വെച്ച് കോൺഗ്രസിനെ എങ്ങനെ പഴിക്കും? അത് വെച്ച് കോൺഗ്രസിനെ വല്ലാതെ കോർണർ ചെയ്യാനൊന്നും സാധിക്കില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റും ഞാനത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ല. കാരണം അതിൻ്റെ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. കോൺഗ്രസ് നടപടിയെടുത്താൽ പിന്നെ അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒക്കെ പറയാൻ ഞാൻ ബാധ്യസ്ഥരല്ല. ഘടകകക്ഷികളൊക്കെ പിന്നെ മാറി മാറി അനുദിനം കമൻ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണത് എന്ന് ഞാൻ കരുതുന്നില്ല. ഘടകകക്ഷികളൊക്കെ പിന്നെ മാറി മാറി അനുദിനം കമൻ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണത് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് സംബന്ധിച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് കോൺഗ്രസ് ഇട്ട് കഴിഞ്ഞതാണ്. കൂടുതൽ കമൻറ്റ് മറ്റൊരു ഘടകകക്ഷിയുടെ പ്രതിനിധിയിൽ നിന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതിൽ കൂടുതൽ പ്രതികരിക്കുന്നുമില്ല. ഓക്കെ. തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് മറുപടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊടുത്തിട്ടുണ്ട്. വലിയ ബാനർ, വെൽഫെയർ പാർട്ടിയുടെ ബാനർ, അതിൻ്റെ താഴെ ഗോവിന്ദമാഷ് തന്നെ എന്ന് പ്രസംഗിക്കുന്നത്. വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഗോവിന്ദമാഷ് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബാനറുള്ള സ്റ്റേജിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ആയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. പല പ്രദേശങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അത് ഏശുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്രയും നാൾ അവർ സഖ്യം സ്ഥാപിച്ചിരുന്ന ഒരു പാർട്ടിയുമായി എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് റിസർച്ച് ചെയ്തു അത് വലിയ വിഷയമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. എങ്ങനെ ഭരിക്കും? കാരണം ഈ നാട്ടിൽ അവരുടെ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രസംഗം ഓടുന്നുണ്ട്, ബാനർ ഓടുന്നുണ്ട്, അവർ വോട്ട് ചോദിക്കുന്നത് ഓടുന്നുണ്ട്, ഒന്നിച്ച് ജാഥ നടത്തുന്നത് ഓടുന്നുണ്ട്. ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇവരിങ്ങനെ തിരിഞ്ഞു നിന്ന് ഇപ്പോൾ വലിയ ഒരു പ്രസംഗം നടത്തിയാൽ, പരിശുദ്ധതയുടെ ഒരു പ്രസംഗം നടത്തിയാൽ അത് യേശോ? അതുകൊണ്ടാണ് അത് ഏശാതെ പോയത്. അത് പോയി. ഇനി അത് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. സർക്കാരിന്റെ വിലയിരുത്തലാവുമെന്ന് LDF നേതാക്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു റോൾ ഉണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷത്തിന്റെ ഒരു വിലയിരുത്തലായി പ്രതിപക്ഷം കാണുന്നു. ഒരു വിരോധവുമില്ല. വിലയിരുത്തലായിക്കോട്ടെ. സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് UDF ജയിക്കും. UDF ജയിച്ചാൽ അത് UDFിൻ്റെ ശക്തിയുടെ ഒരു നല്ല വിലയിരുത്തലാവും. ജയം ഉറപ്പാണ്. അപ്പോൾ വിലയിരുത്താനൊന്നുമില്ല. ഇലക്ഷൻ്റെ മുമ്പ് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ അനുദിനം പ്രതികരിക്കേണ്ട ആവശ്യമുള്ള ഒരു വിഷയമല്ല ഒരു ഘടകകക്ഷി പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ അയിമ തന്നെ കൂടി എന്നോട് ദുരിതരാ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു നേരത്തെ പറഞ്ഞല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.